ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയിൽ കണ്ടുമുട്ടിയ പ്രണയം പാർട്ട് 2. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആ രാത്രി ആതിരയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മഴയിൽ കണ്ട ആ അപരിചിതനായ യുവാവ് വരുൺ, അവൻ്റെ വാക്കുകളും പുഞ്ചിരിയും വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നു. നമ്മൾ വീണ്ടും കാണുമോ എന്നറിയില്ല. ആ വാക്കുകൾ എന്തുകൊണ്ടോ അവളുടെ മനസ്സിൽ മുഴുങ്ങിക്കൊണ്ടിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മോളെ, മുഖം വാടിയിരിക്കുന്നല്ലോ. ഒന്നുമില്ല അമ്മേ, ഇന്നലെ മഴയിൽ നനഞ്ഞതിൻ്റെ ക്ഷീണമാകും. പ്രഭാത ഭക്ഷണം കഴിച്ച് അവൾ ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും പുതിയ പ്രൊജക്റ്റിൻ്റെ തിരക്കിലായിരുന്നു. മാളവിക ഓടി വന്ന് പറഞ്ഞു, ആതിര, ഇന്ന് നമ്മുടെ കമ്പനിയിൽ പുതിയ ബിസിനസ് പാർട്ട്ണർ വരുന്നുണ്ട്. എല്ലാവരും കോൺഫറൻസ് ഹാളിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. ആതിര ഫയലും എടുത്ത് ഹാളിലേക്ക് നടന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ തുറന്നു. കമ്പനിയുടെ MD അകത്തേക്ക് നടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരാളും. ആതിരയുടെ കണ്ണുകൾ വിശ്വാസം വരാതെ നിന്നു. അത് വരുണായിരുന്നു. ഇന്നലെ മഴയിൽ കണ്ട അതേ വരുൺ. വരുണും ആതിരയെ കണ്ടപ്പോൾ ഒരു നിമിഷം അമ്പരന്നു. പക്ഷേ ഉടൻ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ നിന്നു. MD എല്ലാവരോടും പറഞ്ഞു, ഇവരാണ് മിസ്റ്റർ വരുൺ, ഇന്ന് മുതൽ നമ്മുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ ഹെഡ്. എല്ലാവരും കൈയടിച്ചു. ആതിര മാത്രം നിശബ്ദമായി നിന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മാളവിക പറഞ്ഞു, ആതിര, സാർ നിന്നെ വിളിക്കുന്നുണ്ട്. ഹൃദയം വേഗത്തിൽ മിടിച്ചുകൊണ്ട് അവൾ വരുണിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. മേ ഐ കമ്മിങ് ഇൻ സാർ? യെസ് കം. അവൾ അകത്തേക്ക് കയറി. വരുൺ ചെറു ചിരിയോടെ ചോദിച്ചു, ഇപ്പോൾ വിശ്വാസമായോ നമ്മൾ വീണ്ടും കാണുമെന്ന്? ആതിരയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇന്നലെ പറഞ്ഞില്ലേ, ഒരു പക്ഷേ വീണ്ടും കാണാമെന്ന്. എനിക്കറിയില്ലായിരുന്നു നിങ്ങളിവിടെ. എനിക്കും അറിയില്ലായിരുന്നു ഈ ഓഫീസിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുവെന്ന്. അവൾ ചെറുതായി ചിരിച്ചു. അത് കണ്ടപ്പോൾ വരുണിൻ്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. അടുത്ത ദിവസങ്ങളും കടന്നുപോയി. ജോലിയുടെ ആവശ്യത്തിനായി ഇരുവരും ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. വരുണിൻ്റെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അധികാരം കാണിക്കാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ ഓഫീസിൽ എല്ലാവർക്കും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു അനന്യ. വരുണിനെ വർഷങ്ങളായി ഇഷ്ടപ്പെടുന്ന അനന്യയ്ക്ക് വരുണും ആതിരയും സംസാരിക്കുന്നത് കാണുമ്പോൾ അസൂയ തോന്നി. ആതിരയെ ഞാൻ ഇവിടെ നിന്നും മാറ്റും, അവൾ മനസ്സിൽ തീരുമാനിച്ചു. അന്നു വൈകുന്നേരം ആതിര വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ വരുൺ ചോദിച്ചു, ഇന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്യട്ടെ? ആതിര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട സാർ, ഇന്ന് മഴയില്ലല്ലോ. മഴയില്ലെങ്കിലും സുഹൃത്തുക്കളാകാൻ പറ്റുമോ? ആ വാക്ക് കേട്ട് ആതിര ആദ്യമായി മനസ്സ് തുറന്ന് ചിരിച്ചു. പക്ഷേ അത് ദൂരെ ഇരുന്ന് അനന്യ കണ്ടു. അവളുടെ കണ്ണുകളിൽ അസൂയ കത്തുകയായിരുന്നു. അവൾ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. പ്ലാൻ തുടങ്ങാം. ആദ്യം ആതിരയെ ഈ ഓഫീസിൽ എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കണം. ഫോണിൻ്റെ മറുവശത്തു നിന്ന് ഒരു ചിരി മാത്രം കേട്ടു. ആതിരയുടെ ജീവിതത്തിലേക്ക് വലിയൊരു കൊടുങ്കാറ്റ് വരാൻ പോകുകയാണെന്ന് അവൾക്കപ്പോഴും അറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പാർട്ട് വേഗം ഇടാട്ടോ. ഓക്കെ, ബൈ.